രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യ ഹർജിയിൽ തീരുമാനം വൈകുന്നു. നോട്ട് ടു അറസ്റ്റ് ഹർജിയിൽ വിധിയുടൻ. അറസ്റ്റ് തടയണമെന്ന് പ്രതിഭാഗം. പുതിയ തെളിവുകൾ ഹാജരാക്കി പ്രോസിക്യൂഷൻ. എംഎൽഎക്കായി വ്യാപക തെരച്ചിൽ. രാഹുൽ കീഴടങ്ങിയേക്കുമെന്നും സൂചന. രാഹുലിനെതിരായ നടപടിയിൽ കോൺഗ്രസ് തീരുമാനം നീളുന്നു. ഹൈക്കമാൻഡ് നിർദ്ദേശിച്ചാൽ ഉടൻ നടപടിയെന്ന് സണ്ണി ജോസഫ്. സംരക്ഷിച്ചാൽ പാർട്ടി വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ. ഇയാളെ സംരക്ഷിച്ചാൽ കോൺഗ്രസിന് കനത്ത വില കൊടുക്കേണ്ടി വരും. പറഞ്ഞു മനസ്സിലായില്ലേ? ഇത് ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ്. ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട്. രാഹുലിനെതിരെ വിമർശന കവിതയുമായി ടി സിദ്ദിഖിന്റെ ഭാര്യ. രാഹുൽ മാങ്കൂട്ടത്തലിനും ഷാഫി പറമ്പലിനുമെതിരെ ആരോപണമുന്നയിച്ച എം.എ. ഷഹനാസിനെതിരെ സൈബർ ആക്രമണം. ജീവനോടെ വെച്ചേക്കില്ലെന്ന് ഭീഷണി. സംസ്കാര സാഹിതിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കി. വിവാദമായപ്പോൾ വീണ്ടും ആഡ് ചെയ്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ ആ റിമൂവ് ചെയ്ത കോഴിക്കോടിന്റെ സംസ്കാര സാഹിതിയുടെ ചെയർമാനായ കാവിൽ പി മാധവൻ തന്നെ ആ ഗ്രൂപ്പിലേക്ക് എന്നെ തിരിച്ചെടുത്തിരിക്കുകയാണ്. ദ്വാരപാലക ശില്പപാളി കേസിലും എ പത്മകുമാറിനെ പ്രതിയേർത്തു. റിമാൻഡ് കാലാവധി നീട്ടി. എസ് ജയശ്രീക്കും എസ് ശ്രീകുമാറിനും മുൻകൂർ ജാമ്യമില്ല. രണ്ടു പ്രതികളുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് വൈകുന്നേരം പ്രധാനമന്ത്രിയുടെ അത്താഴ വിരുന്നിൽ പങ്കെടുക്കും. നിർണായക മോദി പുടിൻ കൂടിക്കാഴ്ച നാളെ. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് ചർച്ചയാകും. പ്രതിപക്ഷത്തിനെതിരെ ശശി തരൂർ. പാർലമെന്റിൽ നിരുത്തരവാദപരമായി പെരുമാറുന്നുവെന്ന് വിമർശനം. ചർച്ചകൾക്ക് പകരം ബഹളം വെച്ച് നടപടി തടസ്സപ്പെടുത്തുന്നതായി ലേഖനം. പാർലമെന്റ് പ്രാധാന്യം കുറയുന്നുവെന്നും തരൂർ. വിമാന സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കി ഇൻഡിഗോ. അന്വേഷണം പ്രഖ്യാപിച്ച സിവിൽ ഏവിയേഷൻ. റദ്ദാക്കിയത് 100-ലേറെ സർവീസുകൾ. ദുരിതത്തിലായി യാത്രക്കാർ.